ഹരേ കൃഷ്ണ. മാധവൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആതിര. ഉത്തര കേരളത്തിലെ അതീവ പവിത്രമായ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാശിവക്ഷേത്രത്തിലെ ആ വലിയ വൈശാഖ മഹോത്സവത്തെക്കുറിച്ച് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അതീവ കൃത്യമായിട്ടറിയാം. കൊട്ടിയൂരിൽ ഉത്സവത്തിന് പോകുന്ന ഏതൊരു ഭക്തൻ്റെയും കൈകളിൽ അതീവ പവിത്രമായി തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് അവിടുത്തെ ദിവ്യമായ ഓടപ്പൂവ്. നല്ല പാൽ പോലെ വെളുത്ത നിറത്തിലുള്ള ഓടപ്പൂവിനു പുറകിൽ സാക്ഷാൽ പരമശിവൻ നടത്തിയ പ്രപഞ്ചത്തെ ഞെട്ടിച്ച വലിയൊരു യഥാർത്ഥ അത്ഭുത ചരിത്രമുണ്ട്. ഈ പവിത്രമായ ഓടപ്പൂവ് വീട്ടിൽ സൂക്ഷിച്ചാൽ ഗുണങ്ങൾ ഏറെയുണ്ട്. ഓടപ്പൂവിന് പിന്നിലെ കഥ ഇങ്ങനെയാണ്. പരമശിവന്റെ ഭാര്യയായിരുന്ന സതീദേവിയുടെ പിതാവ് ദക്ഷൻ ഒരു മഹായാഗം നടത്തി. എന്നാൽ ശിവനെ അദ്ദേഹം വെറുത്തിരുന്നതിനാൽ യാഗത്തിലേക്ക് ക്ഷണിച്ചില്ല. സതീദേവി ക്ഷണമില്ലാതിരുന്നിട്ടും പിതാവിൻ്റെ യാഗത്തിലെത്തി. അവിടെ ദക്ഷൻ ശിവനെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്തു. തൻ്റെ പ്രിയ ഭർത്താവിനെ ഇങ്ങനെ അപമാനിക്കുന്നത് സഹിക്കാനാകാതെ സതീദേവി അതീവ ദുഃഖത്തിലും കോപത്തിലാകുകയും ചെയ്തു. ശിവനെ നിന്ദിച്ച ഈ ശരീരം ദക്ഷൻ്റെ മകളായാണ് ജനിച്ചത്. ഇനി ഈ ശരീരം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് യോഗശക്തിയാൽ യാഗാഗ്നിയിൽ ചാടി മരിക്കുകയാണ് ചെയ്തത് എന്നാണ് പുരാണ കഥ. ഇതറിഞ്ഞ അത്യന്തം കോപത്തോടെ പരമശിവൻ തൻ്റെ ജഡം മുറിച്ച് പറിച്ചു ചാടി. അതീവ കടുപ്പത്തോടെ ആ പ്രപഞ്ചത്തെ ഞെട്ടിച്ചുകൊണ്ട് ശിവതാണ്ഡവമാടി. ഭഗവാന്റെ ആ ജഡ നിലത്തടിച്ചപ്പോൾ അതിൽ നിന്നും വീരഭദ്രനും ഭദ്രകാളിയും ശക്തിയോടെ ജനിച്ചു. മഹാദേവന്റെ തീരുമാനപ്രകാരം അവർ കൊട്ടിയൂരിലെ യാഗഭൂമിയിലേക്ക് ഇരച്ചു കയറുകയും അവിടുത്തെ സകല അഹങ്കാരികളെയും ഇല്ലാതാക്കാനും തുടങ്ങി. ആ സമയത്ത് യാഗത്തിന് കാവൽ നിന്ന ഭൃഗുമഹർഷി തൻ്റെ കടുത്ത തപശക്തി കൊണ്ട് മഹാദേവന്റെ ഗണങ്ങളെ തടയാൻ നോക്കി അഹങ്കാരം കാണിച്ചു. ഇതുകണ്ട കടുത്ത കോപത്തോടെ വന്ന വീരഭദ്രൻ ഭൃഗുമഹർഷിയെ അതീവ ദയനീയമായി നിലത്തടിച്ചു വീഴ്ത്തുകയും അദ്ദേഹത്തിൻ്റെ ആ വലിയ വെളുത്ത താടിരോമങ്ങൾ ഒറ്റ വലിക്ക് കടുപ്പത്തോടെ പറിച്ചെടുത്ത് ദൂരേക്കെറിയുകയും ചെയ്തു. അതിനുശേഷം ദക്ഷൻ രാജാവിൻ്റെ തലയും ഒരൊറ്റ വെട്ടിന് അറുത്തുമാറ്റി യാഗാഗ്നിയിൽ ഇട്ടു. യാഗമെല്ലാം മുടങ്ങി ദക്ഷൻ രാജാവ് കൊല്ലപ്പെട്ടതിനു ശേഷം സകല ദേവീദേവന്മാരും വന്ന് മഹാദേവനെ അതീവ ഭക്തിയോടെ സ്തുതിച്ചു ശാന്തനാക്കി. ഭഗവാൻ ശാന്തനായപ്പോൾ മുടങ്ങിപ്പോയ യാഗം പൂർത്തിയാക്കാൻ വേണ്ടി ദക്ഷന് പുനർജന്മം നൽകാൻ തീരുമാനിച്ചു. എന്നാൽ ദക്ഷന്റെ തല യാഗാഗ്നിയിൽ കരിഞ്ഞു ചാമ്പലായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവിടെ യാഗത്തിനായി കൊണ്ടുവന്ന ഒരു ആടിൻ്റെ തല അതീവ കൃത്യമായി വെട്ടിയെടുത്ത് ദക്ഷന്റെ ശരീരത്തിൽ കൂട്ടിച്ചേർത്തു ഭഗവാൻ ദക്ഷൻ രാജാവിന് ജീവൻ നൽകി. ജീവൻ തിരിച്ചു കിട്ടിയ ദക്ഷൻ തൻ്റെ ആടിൻ്റെ തലയോടെ അതീവ വിനയത്തോടെ മഹാദേവന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. അന്ന് ഭൃഗുമഹർഷിയുടെ മുഖത്ത് നിന്നും വീരഭദ്രൻ പറിച്ചെടുത്ത ആ താടിരോമങ്ങൾ, അതിൻ്റെ ഓർമ്മയ്ക്കാണ് ഇന്നും കൊട്ടിയൂരിൽ ആ വെളുത്ത താടിരോമത്തിൻ്റെ രൂപത്തിൽ ഭക്തർക്ക് ഓടപ്പൂവ് പ്രസാദമായി നൽകുന്നത്. ഈ ദിവ്യമായ ഓടപ്പൂവ് ഒരു മെഷീൻ്റെയും സഹായമില്ലാതെ തികച്ചും മനുഷ്യൻ്റെ കൈകൾ കൊണ്ട് അതീവ കഠിനമായ വ്രതശുദ്ധിയോടെയാണ് ഈ ഓടപ്പൂവ് നിർമ്മിച്ചെടുക്കുന്നത്. വയനാടൻ കാടുകളിൽ വിളയുന്ന ഓട എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം ചെറുമുള അതീവ വ്രതശുദ്ധിയോടെ മുറിച്ചെടുത്താണ് തയ്യാറാക്കുന്നത്. മുതിർന്നവരും ഭക്തരും ഓടമുളകൾ കൃത്യമായി ചെത്തി മിനുക്കി ചെറിയ കുറ്റികളായി മാറ്റും. എന്നിട്ട് ആ കട്ടിയുള്ള ഓടമുളകൾ നന്നായി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് അതീവ പവിത്രമായ വലിയ പാത്രങ്ങളിൽ വ്രതശുദ്ധിയോടെ കുറേ സമയം വെള്ളത്തിലിട്ട് വെക്കും. വെള്ളത്തിൽ കിടന്ന് ആ മുളകൾ പാകത്തിന് പാൽ പോലെ സോഫ്റ്റായാൽ അത് കല്ലിന്മേൽ വെച്ച് പവിത്ര ജലം തളിച്ച് മറ്റൊരു കല്ലുകൊണ്ട് മുളങ്കുറ്റികളെ അടിച്ച് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മഹാദേവന്റെ നാമം ജപിച്ച് മുളയുടെ കട്ടിയുള്ള ഭാഗങ്ങളെല്ലാം പതുക്കെ ചതച്ച് നാരുകളാക്കി മാറ്റുമ്പോൾ ആ പച്ച മുളങ്കുറ്റികൾ ഭൃഗുമഹർഷിയുടെയും ദക്ഷന്റെയും ആ പാൽ പോലെ വെളുത്ത താടിരോമത്തിൻ്റെ രൂപത്തിലുള്ള അതീവ മനോഹരമായ ഓടപ്പൂ നാരുകളായി സ്വയം മാറിത്തീരും. പിന്നീട് അത് അതീവ ഭംഗിയായി ചീകി മിനുക്കി ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിച്ച് ഭക്തർക്ക് പ്രസാദമായി നൽകും. പവിത്രമായ കൊട്ടിയൂരിലെ ഓടപ്പൂ വാങ്ങി നമ്മുടെ വീടുകളിൽ, വാഹനങ്ങളിൽ, പൂജാമുറികളിലൊക്കെ സൂക്ഷിക്കാം. വീടിൻ്റെ പ്രധാന വാതിലിൽ സൂക്ഷിച്ചാൽ ഗുണങ്ങളേറെയുണ്ട്. ഒന്നാമതായിട്ട് സകല നെഗറ്റീവ് എനർജിയും പുക പോലെ മാറും. ദക്ഷന്റെയും ഭൃഗുമഹർഷിയുടെയും ആ വലിയ അഹങ്കാരം മഹാദേവൻ തീർത്തതിൻ്റെ പ്രതീകമാണിത്. അതുകൊണ്ട് ഓടപ്പൂവ് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് വെക്കുന്നത് നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകില്ല. രണ്ടാമതായിട്ട്
കടുത്ത രോഗബാധകളിൽ നിന്നുള്ള വലിയൊരു സംരക്ഷണം ലഭിക്കുമെന്നതാണ്. കൊട്ടിയൂരിൽ പെരുമാളുടെ വലിയൊരു കാരുണ്യം ഓടപ്പൂവിലുണ്ട്. വീട്ടിലെ മക്കൾക്കോ പ്രായമായവർക്കോ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും രോഗഭയങ്ങളും മാറ്റി വീടിന് ചുറ്റും ഓടപ്പൂ വലിയൊരു ദൈവികമായ കാവൽ വലയം തീർക്കും. മൂന്നാമതായിട്ട് കടുത്ത ദാരിദ്ര്യം മാറി നല്ല ഐശ്വര്യം വന്നു നിറയുമെന്നതാണ്. മുടങ്ങിപ്പോയ യാഗം പൂർത്തിയാക്കാൻ ഭഗവാൻ ദക്ഷന് ജീവൻ നൽകിയതുപോലെ തകർന്നുപോയ നമ്മുടെ കുടുംബ സാഹചര്യങ്ങളെയും കടബാധ്യതകളെയും മാറ്റി വീട്ടിലേക്ക് വലിയൊരു സമാധാനവും നല്ലൊരു ഐശ്വര്യവും ആ സർവശക്തൻ അതീവ വേഗതയിൽ നമുക്ക് തരും. ഭക്തിഗാനത്തിൽ പറയുന്നില്ലേ, ജഡമുറിച്ചു പറിച്ചു ചാടിയ ശങ്കര ശിവതാണ്ഡവം കൊട്ടിയൂരിലതോടപ്പൂവായി എന്നുമെന്നും അലങ്കൃതം. കൊട്ടിയൂരിൽ നിന്നും വാങ്ങുന്ന ഈ ഓടപ്പൂവ് ഭൃഗുമഹർഷിയുടെയും ദക്ഷന്റെയും അഹങ്കാരം മഹാദേവൻ തകർത്തതിൻ്റെയും ഭഗവാന്റെ കാരുണ്യത്തിൻ്റെയും പ്രതീകമാണ്. സകല ദോഷങ്ങളെയും മാറ്റി വീടുകളിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കുന്ന ദിവ്യമായ പ്രസാദമായിട്ടാണ് ഭക്തർ ഇതിൻ്റെ മാഹാത്മ്യത്തെ കാണുന്നത്. ഇതാണ് ഓടപ്പൂവിൻ്റെ യഥാർത്ഥ ദൈവിക രഹസ്യം.